എറണാകുളത്തെ പനങ്ങാട് പോലീസ് 3 രാജസ്ഥാൻ സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു. ഇതിലൊരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡോർ തകർത്ത് രക്ഷപ്പെട്ടു. ആ ദൃശ്യങ്ങൾ 24-ന്. കൊച്ചിയിൽ നിന്ന് റാഫി കരീം ചേരുന്നു. റാഫി, ഈ ബാത്റൂമിൽ കയറിയിട്ട് ജനാല പൊട്ടിച്ച് തകർത്ത് അയാൾ പുറത്തു പോയെന്നല്ലേ വിവരം? അപ്പോൾ ഇത്രയും നേരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശബ്ദമൊന്നും കേൾക്കില്ല എന്നാണ് എൻ്റെ സംശയം, ഒരു പൊട്ടത്തരമാണെങ്കിലും. എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്താണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വെന്റിലേഷൻ, ഈ ഡോറാണ് ഇയാൾ പൊളിച്ച് പുറത്തു കടന്നത്. ഈ രാജസ്ഥാൻ സ്വദേശി 3 പേരെ കസ്റ്റഡിയിൽ എടുത്തതിൽ നിന്ന് ഒരാൾ 5 മണിയോടുകൂടി ബാത്റൂമിൽ പോകണമെന്ന് പറയുകയും പിന്നീട് പോലീസ് ഇയാളെ രാജസ്ഥാൻ സ്വദേശി ഈ ബാത്റൂം അകത്ത് നിന്ന് പൂട്ടിയതിനു ശേഷം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിൽ ഈ ഒരു ചെറിയ ഡോറാണ്, ഇതൊരു വെന്റിലേഷന് വേണ്ടി വച്ചിരിക്കുന്നതാണ്, ഇത് തകർത്താണ് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. ഇതേ സമയം പോലീസ് സ്റ്റേഷന്റെ വാതിൽ ഇയാൾ അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് കടക്കുമ്പോഴാണ് ഈ പ്രതി ബാത്റൂമിൽ ഇല്ല എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷം ഈ പോലീസുകാർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ വെന്റിലേഷൻ ഡോർ തകർത്ത് ആ ഡോറിലൂടെ പുറത്തു ചാടിയ പ്രതി ഈ സ്റ്റേഷന്റെ പുറകുവശത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ നിലയിലാണ് ഇന്നലെ 3 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരാൾക്ക് വലിപ്പമുണ്ട്, 2 അടിയോളം അതിന് ഉയരമുണ്ട്, 3 അടിയിലധികം നീളമുണ്ട്. അത്തരത്തിൽ വലിപ്പമുള്ള ഒരു വെന്റിലേഷൻ ഡോറാണ്. ആ ഡോറിലൂടെയാണ്, ആ ഡോറിൽ ഉണ്ടായിരുന്ന അതിന്റെ കതക് തകർത്ത് അതിനുശേഷം എന്തായാലും ഈ സ്റ്റേഷന് പുറകുവശമെല്ലാം വലിയ കാടാണ്, ആളുകളൊന്നുമില്ല. ഇവിടെ നിന്ന് ഹൈവേയിലേക്ക് കയറാൻ കഴിയും. ഈ നേരത്തെ പോലീസ് പിടികൂടിയ വാഹനങ്ങളൊക്കെയാണ് ഈ സ്റ്റേഷന് പുറകുവശത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിലൂടെയാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടു എന്ന് സംശയിക്കുന്ന അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജസ്ഥാൻ കണ്ടെയ്നർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അതിലുണ്ടായിരുന്ന 3 ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നതും. അന്തർ സംസ്ഥാന കവർച്ചാ സംഘം എന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പാലിയേക്കര ടോൾ പ്ലാസ കടന്നു വന്നതിന് ശേഷം അവിടെ നിന്ന് ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം പരിശോധന നടത്തിയത്. അങ്ങനെ പനങ്ങാട് നെട്ടൂരുള്ള റോഡിൽ വെച്ച് ഈ കണ്ടെയ്നർ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. അതിനുശേഷം കണ്ടെയ്നർ അകത്ത് പോലീസ് പരിശോധന നടത്തി. ഈ പരിശോധനയിൽ ഗ്യാസ് കട്ടറുകൾ അടക്കമുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറിന്റെ അകത്ത് നിന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ്